ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അഥവാ നൂല് പൊട്ടിപ്പോയാലും ഇതിനിടയ്ക്കുള്ള കുറച്ച് ബീഡ്സ് മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫുൾ ബീഡ് വർക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കാറ്റേർഡ് ബീഡ് വർക്കാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലെ 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട് ബീഡ്സാണ് ഇത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. സാധാരണ ബീഡ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ചെറിയ സൈസ് നീഡിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ബീഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും താഴെ നിന്ന് നീഡിലെടുത്തിട്ട് ഈ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒരു തവണ കൂടി അത് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഓരോ ബീഡ്സും ഓരോ തവണ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതുപോലെ ചെറിയ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ബീഡ്സും കയ്യിലെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ബീഡ്സ് നീഡിലേക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഷുഗർ ബീഡ്സ് ആയാലും കട്ട് ബീഡ്സ് ആയാലും ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കട്ട് ബീഡ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഓരോ ബീഡ്സും ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. ഒരേ ഡയറക്ഷനിലേക്ക് ചെയ്താൽ അത്രയും ഭംഗിയായിട്ട് വരത്തില്ല. ഷുഗർ ബീഡ്സ് ആണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. കട്ട് ബീഡ്സിന് കുറച്ചൊരു നീളം ഉള്ളതുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഓരോ ബീഡ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഏകദേശം ഒരുപോലെ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു വർക്കിൻ്റെ ബോർഡറിലാണെങ്കിലും ബീഡ്സ് സ്കാറ്റേർഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരേ ഡയറക്ഷനിലൊന്നുമല്ല ചെയ്യുന്നത്. ഇതുപോലെ കുറച്ച് ബീഡ്സ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ബീഡ് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്യണം. ഡബിൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ ഒരു ബീഡ് ഒരു തവണ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നീഡിൽ താഴെ നിന്ന് എടുത്തിട്ട് ഒരു തവണ കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ നീഡിൽ താഴെ നിന്ന് വീണ്ടും എടുത്തിട്ട് ഇതുപോലെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തവണ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും ബീഡ്സിൻ്റെ ഇടയ്ക്ക് 2 തവണ ഡബിൾ സ്റ്റിച്ച് വന്നു. അതായത് സ്റ്റാർട്ടിങ്ങിലും പിന്നെ ഇപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും കുറച്ച് ബീഡ്സ് ചെയ്ത് കഴിയുമ്പം ഒരെണ്ണം ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫിക്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അഥവാ നൂല് പൊട്ടിപ്പോയാലും ഇതിനിടയ്ക്കുള്ള കുറച്ച് ബീഡ്സ് മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫുൾ ബീഡ് വർക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. ഈ ഒരു ബീഡ് വർക്ക് ചെയ്യുമ്പം എല്ലാ ബീഡ്സും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്, അതായത് സ്കാറ്റേർഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീഡിൽ ബീഡ് എടുത്തതിന് ശേഷം ചുറ്റുമുള്ള ബീഡ്സ് നോക്കിയിട്ട് ഇതിൽ ചെയ്യാത്ത വേറൊരു ഡയറക്ഷനിലേക്ക് ഈ നീഡിൽ കുത്തി കൊടുത്താൽ മതി. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് ആ ബീഡ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ബീഡ്സും തമ്മിലുള്ള അകലം ഏകദേശം ഒരുപോലെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു ഡിസൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫ്ലവർ ഡിസൈൻ ബുളിയൻ റോസ് ആണ്. ഈ ബുളിയൻ റോസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ബുളിയൻ റോസിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ബുളിയൻ റോസ് ചെയ്യാൻ അറിയാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് പേര് കണ്ടിട്ട് അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഫീഡ്ബാക്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടു നോക്കിയാൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുക്കാം.
ഇവിടെ ഇപ്പം കുറച്ച് ബീഡ്സും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ബീഡ് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു തവണ ബീഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നീഡിൽ താഴെ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു തവണ കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഫുൾ ബീഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വർക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഓരോ ബീഡ്സും ഏകദേശം ഒരേ അകലത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ബീഡ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്കാറ്റേർഡ് ബീഡ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ചുറ്റും ബീഡ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബോർഡറിൽ ഓരോ ബീഡ്സും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻ്റ് ഡയറക്ഷനിലേക്കും പിന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ബോർഡർ സ്ട്രെയിറ്റ് ലൈനായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേറെ ബീഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റിച്ച് വെച്ചിട്ടോ ബോർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇന്നത്തെ ഒരു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്കാറ്റേർഡ് ബീഡ് വർക്ക് ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.